കൊച്ചി തീരത്തിന് സമീപം മുങ്ങിയ ചരക്കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ കൊല്ലം ആലപ്പുഴ തീരത്തേക്ക് ഒഴുകിയെത്തുന്നു. ഇതുവരെ 10ലധികം കണ്ടെയ്നറുകൾ കൊല്ലം ആലപ്പുഴ തീരങ്ങളിൽ കരക്കടിഞ്ഞു. ആലപ്പുഴ വലിയ എഴിക്കലിൽ തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളിൽ ഓറഞ്ച് ബോക്സുകൾ ചിതറിയ നിലയിലാണ് കണ്ടത്. ബൾഗേറിയൻ ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നമാണ് ഇതെന്ന് പ്രാഥമിക വിവരം. കണ്ടെയ്നറുകൾ പതിച്ചതോടെ കടൽ വെള്ളത്തിന് നിറമാറ്റം ഉണ്ടായി. ആലപ്പുഴ വലിയഴീക്കൽ നിന്ന് മനീഷ് മോഗിവാലും ശക്തികുളങ്ങരയിൽ നിന്ന് സുജിത് സുരേന്ദ്രനും കൊല്ലം ചെറിയഴീക്കൽ നിന്ന് AV ജയശങ്കറും തിരുവനന്തപുരം നിന്ന് ഷബീദ് റാവുത്തറും ചേരും. ആദ്യം സുജിത് സുരേന്ദ്രനിലേക്ക്. സുജിത്ത്, ഈ കണ്ടെയ്നറിൽ തേയിലയാണ്, അതുകൊണ്ട് കടൽ വെള്ളത്തിന് ചെറിയ നിറമാറ്റം ഉണ്ടായി എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നു. എന്താണ് സത്യം? ഊഹിച്ചു പറയേണ്ടെന്നും പ്രേക്ഷകർ പറയുന്നു. അതേ സ്കേൻ, ഈ കടൽ വെള്ളത്തിന്റെ ഒരു നിറമാറ്റമുണ്ടായി. അത് ഈ ചുവന്ന കണ്ടെയ്നറിൽ നിന്നും പുറത്തു വന്ന തേയില കലർന്നതോടുകൂടിയാണ് ഈ നിറമാറ്റം ഉണ്ടായതെന്നും അതിന്റെ ഒരു ഗന്ധവുമാണ് ഇവിടെ ഉള്ളത്. ഈ തേയിലയുടെ ഒരു ഗന്ധം തന്നെയാണ് ഈ പ്രദേശത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ചുവന്ന കണ്ടെയ്നറിനുള്ളിൽ തേയില തന്നെയാണെന്ന് നമുക്ക് വ്യക്തമാകാൻ സാധിക്കുന്നുണ്ട്. കൂടുതൽ കണ്ടെയ്നറുകൾ ഇപ്പോഴും ഈ ശക്തികുളങ്ങര മേഖലയിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഇപ്പോൾ 10ലധികം കണ്ടെയ്നറുകൾ കണ്ടെത്തിയതിലേറെയും ഈ ശക്തികുളങ്ങര ഭാഗത്താണ് കണ്ടെത്തിയിട്ടുള്ളത്, തീരത്തടിച്ചിട്ടുള്ളത്. അതിൽ കപ്പലിൽ നിന്നും വേർപെട്ടു പോയ രക്ഷാ ബോട്ടുകൾ ഉൾപ്പെടെ, റെസ്ക്യൂ ബോട്ടുകൾ ഉൾപ്പെടെയുള്ളവ ഈ ശക്തികുളങ്ങര ഭാഗത്തേക്ക് എത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഭാഗത്ത് കൂടുതൽ ഒഴുക്കും അതുപോലെ തന്നെ കാറ്റിൻ്റെ ഗതിയും ഇവിടേക്കാണ്. അതുകൊണ്ടാണ് കൂടുതൽ കണ്ടെയ്നറുകൾ ഈ ഭാഗത്തേക്ക് ഒഴുകിയെത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഇവിടേക്ക് കൂടുതൽ ആളുകളും, ഇവിടേക്ക് കൂടുതൽ കണ്ടെയ്നറുകൾ എത്തുന്നു എന്നറിഞ്ഞുകൊണ്ട് കൂടുതൽ ആളുകൾ ഈ പ്രദേശത്തേക്ക് എത്തുന്നു. പ്രദേശവാസികൾക്ക് പുറമെ മറ്റിടങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ തന്നെ ഇവിടേക്ക് എത്തുകയാണ്. ഇത് പോലീസിന് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. കാരണം ഈ സുരക്ഷാ പ്രവർത്തനങ്ങൾ പോലീസ് നടത്തുമ്പോൾ ഈ ആളുകൾ പോലീസിനെ അവഗണിച്ചുകൊണ്ട് പല ഭാഗങ്ങളിൽ, പോലീസ് എത്താത്ത ഭാഗങ്ങളിലേക്കൊക്കെ എത്തി കടലിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് പാടില്ല എന്നുള്ള കർശന നിർദ്ദേശമാണ് പോലീസ് അധികാരികളൊക്കെ തന്നെ പറയുന്നത്. കൂടാതെ ഈ നമ്മൾ ആദ്യം സംശയിച്ചതുപോലെ അല്ലെങ്കിൽ ഭയപ്പെടാൻ ഉള്ള ഒരു സാഹചര്യം നിലവിൽ ശക്തികുളങ്ങര ഭാഗത്തോ കൊല്ലം തീരങ്ങളിലോ ഇല്ല എന്നാണ് മനസ്സിലാകുന്നത്. ഇന്നലെ ചെറിയഴീക്കൽ ഭാഗത്തെത്തിയ കണ്ടെയ്നറിൽ നിന്നും ഒന്നും തന്നെ കണ്ടെത്താനായില്ല. ഒഴിഞ്ഞ കണ്ടെയ്നർ ആയിരുന്നു അവിടെ വന്നത്. അതിനുശേഷം ഇന്ന് വന്നിരിക്കുന്ന കണ്ടെയ്നറുകളിലൊക്കെ തന്നെ ഭക്ഷ്യസാധനങ്ങളാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കും. ഒപ്പം തുണിത്തരങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ശ്യാംകുമാർ ഒരു വിവരം കൊച്ചിയിൽ നിന്ന് അറിയിക്കുന്നു. മൂവാറ്റുപുഴയിൽ ഒഴുക്കിൽപ്പെട്ട ഒരു യുവാവിനെ കാണാതായി. പെരുമ്പല്ലൂർ സ്വദേശി ജോസഫിനെയാണ് കാണാതായത്. ഫയർഫോഴ്സ് തെരച്ചിൽ നടത്തിയെങ്കിലും ആളിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പുഴയോരത്ത് കെട്ടിയ പശുവിനെ അഴിക്കാൻ പോയപ്പോഴാണ് ഇദ്ദേഹം പുഴയിൽ വീണതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇന്നലെ രാത്രിയിലാണ് ഈ അപകടം സംഭവിച്ചതും ഈ ജോബിൻ ജോസഫിനെ കാണാതായതും. ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും മനീഷ് മഹിബാൽ വിവരങ്ങളുമായി ചേരുന്നു. മനീഷെ, ഈ വലിയ അഴീക്കലിലെ വിവരങ്ങൾ എന്താണ്? SK നെല്ലിലെ ആലപ്പുഴ ജില്ലാ കളക്ടർ വ്യക്തമാക്കുന്നത് 100ഓളം കണ്ടെയ്നറുകൾ തന്നെ കടലിൽ പതിഞ്ഞെന്ന വിവരമാണ് നമുക്ക് അതായത് ജില്ലാ കളക്ടർ ലഭിച്ചിട്ടുള്ളത്. അതിൽ 7-8 എണ്ണം ഈ ആലപ്പുഴ കൊല്ലം. ചെറിയൊരു ഓഡിയോ ഇഷ്യൂ ഉണ്ട്. ഇപ്പോൾ ഷബീദ് റാവുത്തർ കൂടി തിരുവനന്തപുരത്ത് ചേർന്നു. ഷബീദ്, ഈ കൊല്ലം ആലപ്പുഴയുടെ തീരപ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ വിവിധ ബോക്സുകൾ തീരത്ത് അണഞ്ഞിട്ടുണ്ട്. പക്ഷേ ബോക്സുകളിലൊക്കെ എന്താണ് എന്ന് വ്യക്തമായി കൃത്യമായി വിവരമില്ലാത്തതും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു. മാത്രമല്ല നാട്ടുകാരെ തടഞ്ഞു നിർത്തുകയും വേണം ഇതിൻ്റെ അടുത്ത് പോകാതിരിക്കാൻ. വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉറപ്പായിട്ടും മനീഷ് പറഞ്ഞ് അവസാനിപ്പിച്ചത് വെച്ച് തന്നെ തുടങ്ങാം. അതായത് നിലവിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഒരു പ്രാഥമിക വിവരശേഖരണം ഇതുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുണ്ട്. കൊല്ലം ആലപ്പുഴ തീരങ്ങളിൽ ഇതിനോടകം 20ഓളം കണ്ടെയ്നറുകൾ ആ തീരത്തേക്ക് അടുത്തു എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ നിലവിൽ വിലയിരുത്തുന്ന കാര്യം. അത് ഈ പറയുന്ന ചെറിയഴീക്കൽ, അതേപോലെ ശക്തികുളങ്ങര, ആലപ്പുഴയുടെ തെക്കൻ ഭാഗങ്ങൾ, തീരദേശത്തിന്റെ തെക്കൻ ഭാഗങ്ങൾ, ഇവിടങ്ങളിൽ അടിഞ്ഞ കണ്ടെയ്നറുകളുടെ വിവരം ഇതിനോടകം തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി ശേഖരിച്ചിട്ടുണ്ട്. 20 എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ അവർ കണക്ക് കൂടുന്നതിൽ. ഏതാണ്ട് 3ഓളം ബോക്സുകളിൽ അവർ ഹസാഡസ് അല്ലെങ്കിൽ ഡേഞ്ചറസ് എന്ന് പറയപ്പെടുന്ന ഐറ്റംസ് ഉണ്ട്. അതൊരു പക്ഷേ ഏതെങ്കിലും തരത്തിൽ റോ മെറ്റീരിയൽസ് ആകാൻ നമുക്ക് അതിനെക്കുറിച്ച് ധാരണയില്ല. അക്കാര്യത്തിൽ പറഞ്ഞ് ആശങ്കപ്പെടുത്താനും നമ്മളില്ല. പക്ഷേ ആ രീതിയിൽ ഒരു 3 കണ്ടെയ്നേഴ്സ് കേന്ദ്രീകരിച്ചുകൊണ്ട് അതിന്റെ സാമ്പിൾ ശേഖരണം അടക്കമുള്ള കാര്യങ്ങൾ ഉടൻ നടത്തണമെന്നുള്ള തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നിട്ടുണ്ട്. അതേസമയം ഈ കൊല്ലം ഭാഗത്തേക്ക്, പ്രത്യേകിച്ച് ചെറിയഴീക്കൽ ഭാഗത്തേക്ക് കഴിഞ്ഞ കണ്ടെയ്നറുകളിൽ അത് ഫുഡ് ഗുഡ്സ്, അതായത് ഭക്ഷ്യവസ്തുക്കളാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഏതാണ്ട് ഒരു സ്ഥിരീകരണം വരുന്നുണ്ട്. പ്രത്യേകിച്ച് മുൻപ് സുജിത്ത് പറഞ്ഞതുപോലെ തന്നെ ആ വിഷയത്തിൽ അവിടെ ചെറിയഴീക്കലിലെ കഴിഞ്ഞ കണ്ടെയ്നറുകളിൽ ഒന്ന് തേയില പൊട്ടി ഈ വലിയ, അതായത് ഹ്യൂജ് എമൗണ്ട്
ഓഫ് തേയില അത് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി സാധാരണഗതിയിൽ ഇങ്ങനെ നമ്മൾ ചരക്ക് നീക്കം നടത്തുന്നതാണ്. ആ രീതിയിൽ തേയില ഉണ്ടായിരുന്നു. മറ്റ് ഭക്ഷ്യവസ്തുക്കൾ, പ്രത്യേകിച്ച് ഈ വലിയ ബോക്സുകളൊക്കെ, ഫ്രീസിംഗ് ബോക്സുകൾ അടക്കമുള്ള കാര്യങ്ങൾ ചില കണ്ടെയ്നറുകളിൽ നിന്ന് പുറത്തേക്ക് വന്നതായി നാട്ടുകാരൊക്കെ പറഞ്ഞു. അത് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടതുമാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഫുഡ് ഗുഡ്സിൽ കൂടുതൽ കണ്ടെയ്നേഴ്സ് ഉണ്ട്. അത് കയറ്റാനുള്ള കണ്ടെയ്നേഴ്സ് ഉണ്ട്, എംറ്റി ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ് ഉണ്ട്, ഭക്ഷ്യവസ്തുക്കൾ ഉള്ള കണ്ടെയ്നേഴ്സും ഉണ്ട് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഷബീർ റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്.